തിരുവനന്തപുരത്ത് ശക്തമായ മഴയിൽ ദേശീയപാതയിൽ വ്യാപകമായ മണ്ണിടിച്ചിൽ. ആറ്റിങ്ങൽ, കോരാണി, ചെമ്പകമംഗലം ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. അശാസ്ത്രീയ കുന്നിടിക്കൽ അപകട ഭീഷണിയായിരിക്കുകയാണ്. ദേശീയപാത സർവീസ് റോഡിന് സമീപം 50 മീറ്ററിലധികം ഉയരത്തിലാണ് കുന്നിടിച്ചത്. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, വിവരങ്ങൾ. സുജയ, ആറ്റിങ്ങൽ കോരാണി ഭാഗത്ത് വീണ്ടും മണ്ണ് താഴേക്ക് വന്നിരിക്കുന്നത്. ശക്തമായിട്ടുള്ള മഴ ഈ സ്ഥലത്താനത്ത് തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് അതിനുശേഷം അശാസ്ത്രീയമായിട്ടാണ് ഈ കുന്നിടിച്ചിൽ നടത്തിയിരിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ തൊട്ട് ഭാഗത്ത് ഇപ്പോൾ ഈ മണ്ണ് ഒരു സ്ലോപ്പ് ചെയ്തപ്പോൾ ഇടിക്കുന്ന ഒരു പ്രവർത്തനം നടന്നു വരികയാണ്. അറിയിച്ചു, ആ ദൃശ്യങ്ങളോടൊന്ന് കാണിച്ചു കൊടുക്കുക. ഈ ഭാഗത്ത് പ്രധാനമായിട്ടും 50 മീറ്റർ ഉയരത്തിലാണ് ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കുന്നിടിച്ചിൽ നടത്തി വന്നിരുന്നത്. പക്ഷേ ഈ ഒരു സ്ലോപ്പ് ഇല്ലാതെ ഒരേ ലെവലിൽ തന്നെ ഈ മണ്ണ് എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഈ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ മണ്ണ് വ്യാപകമായിട്ട് ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ ദൃശ്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് പാറ നിർമ്മിക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ വ്യാപകമായിട്ട് ഇപ്പോൾ മണ്ണ് ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ഇതിപ്പോൾ നാട്ടുകാർക്ക് തന്നെ ഒരു ഭീഷണിയായി സുജയ മാറിയിരിക്കുകയാണ്. കാരണം ആറ്റിങ്ങൽ കോരാണി ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ഒരു വലിയൊരു വളവുണ്ട് ദേശീയപാതയിൽ. ആ ഭാഗത്താണ് ഇത്തരത്തിൽ ഇപ്പോൾ മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ പൊതുപ്രവർത്തകർ കൂടി ചേരുകയാണ്. നേരത്തെ ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ വീണ്ടും ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണല്ലോ. നേരത്തെ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പായിട്ട് ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ വാർത്ത ചാനലിനെ ഈ വിവരം അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തുടങ്ങി. തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇന്ന് 2 ദിവസം കൊണ്ടുള്ള മഴ ഇന്ന് രാവിലെ ആയിട്ട് ഈ കുന്ന് ഇടിഞ്ഞ് വീണ്ടും താഴോട്ട് പതിച്ചത്. ഇത് ഇങ്ങനെ മുമ്പോട്ട് നിർമ്മാണം നടത്തിക്കൊണ്ട് പോയാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല. ഇതൊരു അപകട മേഖലയായി മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ശാശ്വത പരിഹാരമെന്ന് പറയുന്നത് ഈ കുന്ന് ഇടിച്ച് സ്റ്റെപ്പുകളാക്കി താഴ്ത്തുന്നത് മാത്രമേ ഇതിൻ്റെ ശാശ്വത പരിഹാരമുള്ളൂ. അതിന് വേണ്ടുന്ന ഒരു പരിശ്രമമാണ് ഗവൺമെൻറ്റിൻ്റെയും മറ്റ് അതോറിറ്റികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. സർക്കാരിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത ഭൂമി മുഴുവനായിട്ട് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയുള്ളത് ഒരു സ്വകാര്യ പ്രോപ്പർട്ടി കൂടിയല്ലേ? ഇനിയുള്ളത് സ്വകാര്യ പ്രോപ്പർട്ടിയാണ്. അത് പള്ളിയിലെ ഒരു CSI പള്ളിയുടെ അധീനതയിൽ വരുന്ന ഒരു ഈ ലാൻഡാണ്. അപ്പോൾ അവർ അത് സർക്കാർ കണ്ടുകെട്ടി ഈ ഇതിനു വേണ്ടി ചെയ്യും. റിപ്പോർട്ടർ ചാനലിൻ്റെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ VCC MLA ഇടപെട്ട് അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടാണ് അടിയന്തരമായിട്ട് ഇത് ഇങ്ങനെ ഈ ഇടിച്ച് എടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഇത് മാത്രം പോരാ, ഇത് കുറച്ചും കൂടി ഭൂമി ഏറ്റെടുത്ത് ഇത് സ്റ്റെപ്പായിട്ട് മാറ്റിയെടുക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നാണ് പറയാറുള്ളത്. നിങ്ങൾക്കൊക്കെ ഇവിടെ യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്? യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇത് വേനൽ സമയത്ത് ഇവിടെ കുഴിച്ച സമയത്ത് നമ്മളെ കിണറുകളിലെ വെള്ളം മൊത്തം ഈ പോകും പോലെ പറ്റി. ഇപ്പോൾ കിണറിൽ വെള്ളമില്ല. ഈ മഴക്കാലം വന്നപ്പോൾ നമുക്ക് വെള്ളം കിട്ടി തുടങ്ങിയത്. അതിനകത്ത് നമ്മൾ 3-4 പ്രാവശ്യം അവരോട് വന്ന് പറഞ്ഞ് ഈ ഭാഗത്ത് മണ്ണിട്ട് നിർത്തുക, വർക്ക് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ മണ്ണ് മാറ്റുക. അത് കേൾക്കാതെ ഈ കിണർ നമ്മൾ മോൾ ഭാഗത്ത് താമസിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും കിണറുകളിൽ വെള്ളമില്ല. മൊത്തം വെള്ളം പറ്റി കഴിഞ്ഞു. എപ്പോഴും ഒരു കാരണം പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. ഇപ്പോൾ തന്നെ ആ അറ്റത്ത് മൊത്തം ഇടിഞ്ഞു പോയായിരുന്നു, ആ അങ്ങേറ്റം. ഇത് തന്നെ ഇത് സ്റ്റെപ്പായിട്ട് മണ്ണ് ഇടിച്ച് മുകളിലോട്ട് ആൾക്കാർക്ക് ജീവിക്കാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടായി തരണം. സുജയ, വളരെ കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ദൃശ്യങ്ങളാണ്. കാരണം വളരെ ചെങ്കുത്തമായ ഒരു മലനിര, ഒരു കുന്നാണ്. ആ കുന്നിനെ ഇത്തരത്തിൽ വളരെ ഒരു അശാസ്ത്രീയമായിട്ട് ഇടിച്ചു നിരത്താൻ ആരാണ് അധികാരം കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ ദൃശ്യങ്ങൾ നോക്കിയാൽ കഴിയാം, ഈ ഭാഗത്ത് നിന്നും ഇപ്പോൾ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് ഇതിപ്പോൾ കെട്ടിയിരിക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്താണ് ഇപ്പോൾ ഈ മണ്ണ് ഇടിഞ്ഞു നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 50 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഈ ഭൂമി ഇത് അത്രയും എടുത്തിരിക്കുകയാണ്. ഇതിനപ്പുറം ഇനിയുള്ളത് CICയുടെ കൊട്ടാരക്കര മേഖല റീജിയനിൽ വരുന്ന ഭൂമിയാണ്. ഇനി ആ ഭൂമി ഈ ചെങ്കുത്തമായി നിൽക്കുന്ന ആ ഭൂമി തട്ടുതട്ടായിട്ട് ഇടിച്ചു നിരത്തിയാൽ മാത്രമേ ഈ അപകട ഭീതി ഒഴിയുകയുള്ളൂ. കാരണം വലിയൊരു ദേശീയപാത, എപ്പോഴും വാഹനങ്ങൾ രാവിലെയോ പകലെന്നോ ഇല്ലാതെ എപ്പോഴും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ മണ്ണ് വ്യാപകമായി ഇടിഞ്ഞു വീണിരിക്കുന്നത്. മണ്ണ് മാത്രമല്ല, പാറ കൂടി ഇതിനകത്തുണ്ട്. അതാണ് അപകടാവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത്. അരുൺ സോളമൻ ദൃശ്യങ്ങളടക്കം കാട്ടിത്തന്നു. അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നത് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാകും. അധികൃതർക്ക് അത് ബോധ്യപ്പെടാൻ അപകടമുണ്ടാകണോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്.